കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കേരളത്തിൽ ലോക്സഭാ ഇലക്ഷന് മുൻപായി 3 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക തുക വിതരണം ചെയ്യുമെന്ന് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. ഇലക്ഷന് മുൻപ് തന്നെ തുക വിതരണം ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ ധനമന്ത്രി ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ അതത് മാസത്തെ പെൻഷൻ കുടിശ്ശികയാകാതെ ഏപ്രിൽ മാസം മുതൽ വിതരണം ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ആ വാക്കു പാലിക്കാൻ സർക്കാരിനായിട്ടില്ല. 7 മാസത്തോളം ക്ഷേമ പെൻഷൻ കുടിശ്ശികയായിരുന്ന സാഹചര്യത്തിലാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് വന്നത്. അതിനാൽ തന്നെ കുടിശ്ശിക പെൻഷൻ എത്രയും വേഗം കൊടുത്തു തീർക്കണമെന്ന ദൃഢനിശ്ചയം സംസ്ഥാന സർക്കാരിനുണ്ടായിരുന്നുവെങ്കിലും അതിന് പൂർണ്ണമായി ഫലം കണ്ടില്ല. നിലവിൽ 5 മാസത്തെ ക്ഷേമ പെൻഷൻ തുകയാണ് കുടിശ്ശികയായിരിക്കുന്നത്. ഡിസംബർ മുതൽ ഏപ്രിൽ വരെയുള്ള 5 മാസത്തെ പെൻഷൻ തുകയായ 8,000 രൂപയാണ് സംസ്ഥാനത്തെ ഓരോ ക്ഷേമ പെൻഷൻ ഗുണഭോക്താവിനും ലഭിക്കുവാനുള്ളത്. 60 ലക്ഷത്തോളം പേർക്ക് 8,000 രൂപ വീതം ഒന്നിച്ചു നൽകാനുള്ള സാമ്പത്തിക സ്ഥിതി കേരള സർക്കാരിന് നിലവിലില്ലാത്തതിനാൽ 2 മാസത്തെ തുകയായ 3,200 രൂപ നൽകുവാനുള്ള നടപടികളാണ് സംസ്ഥാന സർക്കാർ ആരംഭിച്ചിരിക്കുന്നത്. ക്ഷേമ പെൻഷൻ വിതരണത്തിനായി സഹകരണ ബാങ്കുകളോട് സർക്കാർ 1,500 കോടി രൂപ ചോദിച്ചെങ്കിലും കിട്ടിയത് 835 കോടി മാത്രം. സർക്കാരിൽ നിന്ന് കൃത്യമായി പലിശ ലഭിക്കുമെങ്കിൽ പോലും പണം സ്വരൂപിക്കുവാൻ കഴിയാത്തത്ര പ്രതിസന്ധിയിലാണ് സഹകരണ ബാങ്കുകൾ. ഇതാണ് ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്തിട്ടും വായ്പ നൽകാൻ സഹകരണ ബാങ്കുകൾക്ക് കഴിയാത്തത്. ക്ഷേമ പെൻഷൻ വിതരണത്തിന് പണം കണ്ടെത്താൻ സർക്കാർ പല വഴിക്കും ശ്രമിക്കുന്നുണ്ടെങ്കിലും ഉദ്ദേശിക്കുന്ന തുക സമാഹരിക്കാൻ കഴിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. സംസ്ഥാനത്ത് 1 മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുവാൻ 750 കോടി രൂപയാണ് വേണ്ടത്. മെയ് 20 വരെ 1,500 കോടി രൂപ പൂർണ്ണമായി സമാഹരിക്കുവാൻ കഴിയുമോ എന്ന് നോക്കും. അങ്ങനെ സമാഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മെയ് 20 ശേഷം 1 മാസത്തെ പെൻഷൻ തുകയായിരിക്കും വിതരണം ചെയ്യുക.